നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇല്ല, ഇത് അംഗീകരിക്കാൻ പറ്റില്ല. എങ്ങനെയാണ് ആ പെനാൽറ്റി ഓവർടേൺ ചെയ്തത്? ശക്തമായ ഭാഷയിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ ആദ്യപാദ മത്സരത്തിന് ശേഷം രംഗത്ത് വന്നിരിക്കുകയാണ് ആഴ്സണലിൻ്റെ കോച്ച് മൈക്കൽ ആർട്ടീറ്റ. ഇറ്റ്സ് അൺആക്സെപ്റ്റബിൾ ടു ഓവർടേൺ ദാറ്റ് പെനാൽറ്റി. ഇറ്റ് ഈസ് ദി റോങ് ഡിസിഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. ആ പെനാൽറ്റി എന്തിനാണ് ഓവർടേൺ ചെയ്തതെന്ന് മനസ്സിലായിട്ടില്ല. അത് തെറ്റായിട്ടുള്ള തീരുമാനമാണ്. അതായത് എസയ്ക്ക് കൊടുത്ത പെനാൽറ്റി, ആ പെനാൽറ്റി പിന്നീട് ഓവർടേൺ ചെയ്യുകയായിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ ശക്തമായ ഭാഷയിൽ അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. വിക്ടർ ഗ്യോക്കറസും അത് പറഞ്ഞു. എസയുടെ പെനാൽറ്റി ഓവർടേൺ ചെയ്തതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നു, ഐ ഡോണ്ട് നോ വൈ ദേ ടേൺഡ് ഇറ്റ് ഡൗൺ. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അങ്ങനെ ഒരു തീരുമാനത്തിലേക്കാണ് റഫറി പോയത്. എന്തുകൊണ്ട് അങ്ങനെ തീരുമാനമെടുത്തു എന്ന് എനിക്കറിയില്ല എന്ന് വിക്ടർ ഗ്യോക്കറസ് പറഞ്ഞു. പക്ഷേ ഗ്യോക്കറസ് ടീമിനായിട്ട് ഗോൾ അടിച്ചു. അദ്ദേഹം പെനാൽറ്റി വിൻ ചെയ്തു. അദ്ദേഹം തന്നെ ഗോളാക്കി മാറ്റി. മറുഭാഗത്ത് ഹുലിൻ ആൽവാരസ് അത്ലറ്റിക്കോ മാഡ്രിഡിനായിട്ട് പെനാൽറ്റി ഗോളാക്കി. അങ്ങനെ 2 പെനാൽറ്റികൾ കണ്ട മത്സരം, ഒരു പെനാൽറ്റി ഓവർടേൺ ചെയ്തതിനെക്കുറിച്ച് വിവാദമുണ്ടായ മത്സരം. മെട്രോപൊളിറ്റനോയിൽ 1-1 സമനിലയിലാണ് UCL സെമി ഫൈനൽ ആദ്യപാദ മത്സരം കഴിയുമ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡും ആഴ്സണലും പിരിഞ്ഞിരിക്കുന്നത്. കളിയിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആന്റോയിൻ ഗ്രീസ്മാനും ഹുലിൻ ആൽവാരസും ഒക്കെ ഒരുമിച്ച് അണിനിരന്നപ്പോൾ മറുഭാഗത്ത് ഗബ്രിയൽ മാർട്ടിനലും വിക്ടർ ഗ്യോക്കറസും മുരേക്കുമൊക്കെ ചേർന്നുകൊണ്ടാണ് ആഴ്സണലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. ഇരുഭാഗത്തേക്കും ശ്രമങ്ങളുണ്ടായ ഒരു മത്സരം. അത്ലറ്റിക്കോ മാഡ്രിഡ് നല്ല അറ്റാക്കിംഗ് നീക്കങ്ങൾ നടത്തുന്നു. അതുപോലെ തന്നെ ആഴ്സണലിൻ്റെ ഭാഗത്തുനിന്നും എന്ന ആദ്യ പകുതിയുടെ അവസാന ഘട്ടത്തിൽ ഗ്യോക്കറസ് പെനാൽറ്റിയിലൂടെ ആഴ്സണലിന് ലീഡ് നേടിക്കൊടുത്തു. രണ്ടാം പകുതി ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഹുലിൻ ആൽവാരസ് പെനാൽറ്റിയിലൂടെ ആ ഗോൾ മടക്കുകയും ചെയ്തു. ഏതായാലും വിവാദങ്ങളുള്ള മത്സരമാണ്. പക്ഷേ ഫൈനൽ റിസൾട്ട് 1-1 സമനിലയാണ്. രണ്ടാം പാദ സെമി ഫൈനലിൽ എന്ത് സംഭവിക്കും എമിറേറ്റ്സിൽ എന്നുള്ളതാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. മെയ് 6 പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 ആ മത്സരം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഇടുവതാം.